ഈ വിഷൻ ലോകത്തുള്ള പല മനുഷ്യരുടെയും ലൈഫിൽ ആക്ഷൻസായി മാറണം. നമ്മുടെ വിഷൻ ആക്ഷനബിൾ ആകുമ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ അല്ല, നമ്മൾ ആക്ഷൻ എടുക്കും, അത് ആ വിഷൻ നമ്മൾ മെറ്റീരിയലൈസ് ചെയ്യും. നമ്മുടെ വിഷൻ മറ്റുള്ളവർ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ വിപ്ലവം, അതാണ് എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി ഏതൊരു ലീഡറും സ്വപ്നം കാണുന്നത്, അല്ലേ? കറക്റ്റ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കിയിട്ട് പോകണം. എന്താണ് നമ്മുടെ ഒരു വിഷൻ ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ റഫീഖ്, ആസ് എ സോൾ? ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വേർ ഡു യു സീ ദിസ് ലൈഫ്? So are you talking about the big vision, right? യുവർ ബിഗർ വിഷൻ. If I think about my big vision, ഞാൻ ആദ്യം കാണുന്നത് എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ഒക്കെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കബർ. അതാണ് എൻ്റെ കണ്ണിൽ ആദ്യം കാണുന്ന ചിത്രം. ആ കബറിന് ചുറ്റും ഓടിക്കളിക്കുന്ന കലപില ശബ്ദമുണ്ടാക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ. ആ കുട്ടികൾക്ക് ചുറ്റും അന്താരാഷ്ട്ര സൗകര്യത്തോട് അതിമനോഹരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിനപ്പുറം അവർക്ക് കളിക്കാനും എല്ലാത്തിനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും, അതോടൊപ്പം തന്നെ അവർക്ക് താമസിക്കാനുള്ള അതിമനോഹരമായ ഭവനങ്ങൾ. ഇങ്ങനൊരു മഹാപ്രസ്ഥാനം, ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കുക, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് വിഷൻ എന്ന് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത്. സോ എനിക്കെൻ്റെ കണക്ഷൻസും എൻ്റെ റിലേഷൻസും എല്ലാം വെച്ചിട്ട് മേ ബി ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ക്യാൻ അറേഞ്ച് ഫണ്ട് ഫ്രം ദ സൊസൈറ്റി. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. എനിക്ക് എൻ്റെ പണം ഞാനായിട്ട് അധ്വാനിച്ചിട്ട്, ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന 100% എൻ്റെ സ്വന്തം പൈസ ഇട്ട് അത്തരം ഒരു വലിയ പ്രോജക്റ്റ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അനേകായിരം മക്കളുടെ, ലക്ഷക്കണക്കിന് മക്കളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാവുക. അല്ലെങ്കിൽ എനിക്ക് മക്കളെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആയിരക്കണക്കിന് മക്കളുടെ വാപ്പായിട്ട് മാറുക. ദാറ്റ്സ് മൈ വിഷൻ. അപ്പം ആയിരക്കണക്കിന് മക്കളുടെ ഉപ്പയായി മാറാൻ, എന്നിട്ട് ആ മക്കളുടെ ഇടയിൽ കിടന്നുറങ്ങണം രണ്ടുപേർക്കും. അപ്പോൾ അങ്ങനൊരു യതീം മക്കളെ, അല്ലെങ്കിൽ മിസ്കീൻ മക്കളെ, ആരുമില്ലാതെ ആട്ടി ഓടിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കുറേ മക്കളെ ഇങ്ങനെ ചുറ്റും കൂട്ടി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് മീൻ കൊടുക്കുന്നതിനോടൊപ്പം വലയും കൂടെ കൊടുത്ത്, അല്ലേ? മീൻ മാത്രം കൊടുത്താൽ മീൻ കഴിച്ചിട്ട് ഉറങ്ങിപ്പോവല്ലോ. മീനും കൊടുത്ത് അതിൻ്റെ കൂടെ വലയും കൊടുത്ത് എംപ്ലോയബിലിറ്റി സ്കിൽസ് പഠിപ്പിച്ച്, അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പഠിപ്പിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു റഫീഖ് സാഹിബാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ നമ്മുടെ എംപ്ലോയീസിന് എംപ്ലോയബിലിറ്റി സ്കിൽസൊക്കെ ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നതും എൻഹാൻസ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്നൊരു നിയർ ഫ്യൂച്ചറിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ അക്കൗണ്ടൻറ്റിനെ സോഷ്യൽ സ്കില്ല് പഠിപ്പിക്കുകയാണ്, ഡ്രൈവറെ പബ്ലിക് സ്പീക്കറാവാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം കഴിയുമ്പോൾ കുറേ മക്കളെ സ്കിൽ ഡെവലപ്മെൻറ്റിലേക്കും അവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള നോളജ് കൊടുക്കാനും ഒക്കെ പ്രാപ്തമാക്കുന്ന ഒരു ഇടമുണ്ടാക്കലാണ് റഫീഖ് എന്ന മനുഷ്യൻ്റെ ആത്യന്തികമായ വിഷൻ. ചൈനീസ് ചിന്തകനായ കൺഫ്യൂഷ്യസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഫ് യുവർ ഗോൾ ഈസ് ഫോർ എ ഇയർ യു പ്ലാന്റ് എ ഫ്ലവർ, ഇഫ് യുവർ ഗോൾ ഈസ് ഫോർ 10 years യു പ്ലാന്റ് എ ട്രീ, ഇഫ് യുവർ ഗോൾ ഈസ് ഫോർ എവർ യു എഡ്യൂക്കേറ്റ് വിത്ത് ദ സൊസൈറ്റി, ദ പീപ്പിൾ. നിങ്ങൾ ഒരു വർഷമാണ് ലക്ഷ്യമെങ്കിൽ യു പ്ലാന്റ് എ ഫ്ലവർ. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒരു സൊസൈറ്റിയെ കാര്യമായിട്ട് എംപവർ ചെയ്യണമെങ്കിൽ ദി ഓൺലി വൺ സൊല്യൂഷൻ ഈസ് ഗിവിങ് എഡ്യൂക്കേഷൻ. സോ ദാറ്റ്സ് വാട്ട് ഐ എം പ്ലാനിങ്.